ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ലോക്സഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. രാജ്യസഭയിൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. പ്രതിപക്ഷ ബഹളം മൂലം ലോക്സഭാ നടപടികൾ നിരന്തരം തടസ്സപ്പെടുന്നതിനെ വിമർശിച്ച് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. ദേശീയ താൽപര്യം മുൻനിർത്തിയുള്ള ഏറ്റവും മികച്ച കരാറാണ് ഇന്ത്യ-US വ്യാപാര കരാറെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. സൈബർ സുരക്ഷ സംബന്ധിച്ച ദേശീയ സമ്മേളനത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. കേരളത്തിൽ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ICC T20 ക്രിക്കറ്റ് ലോകകപ്പിൽ നമീബിയയ്ക്കെതിരെ നെതർലാൻഡ്സിന് 157 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ ഇന്നും പ്രക്ഷുബ്ധം. സഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ കോൺഗ്രസും തൃണമൂലും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ സഭയുടെ നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം മുഴക്കി. സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് പ്രിസൈഡിംഗ് ഓഫീസർ PC മോഹൻ അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല. ബഹളം മൂലം ചോദ്യോത്തരവേള തുടരാൻ കഴിയാതെ വന്നതോടെ സഭ 12 മണിവരെ നിർത്തിവച്ചു. പിന്നീട് നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ 2 മണിവരെ നിർത്തിവയ്ക്കുകയായിരുന്നു. രാജ്യസഭയിൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. പ്രതിപക്ഷ ബഹളം മൂലം ലോക്സഭാ നടപടികൾ നിരന്തരം തടസ്സപ്പെടുന്നതിനെ വിമർശിച്ച് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. സഭയോട് പ്രതിപക്ഷ MPമാർക്ക് ബഹുമാനമില്ലെന്നാണ് ഈ പെരുമാറ്റം വ്യക്തമാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിന്റെ വനിതാ MPമാർ ട്രഷറി ബെഞ്ച് മറികടന്ന് പ്രധാനമന്ത്രിയുടെ ഇരിപ്പിടത്തിന് സമീപം വരെ എത്തിയതായും ഇത്തരം പെരുമാറ്റത്തിനെതിരെ BJP MPമാർ ലോക്സഭാ സ്പീക്കർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും ശ്രീ റിജിജു പറഞ്ഞു. ബജറ്റിൽ എല്ലാ പാർട്ടിയുടെ അംഗങ്ങൾക്കും സംസാരിക്കാൻ സമയം നൽകിയിട്ടുണ്ടെന്നും എന്നാൽ കോൺഗ്രസ് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കുന്നില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. कांग्रेस वाले से हाथ जोड़ के मैंने कहा है कि बजट का डिस्कशन शुरू हो चुके हैं, नाम भी पुकारे हैं, शशि थरूर जी का नाम पुकार चुका है. वो अपना बजट स्पीच को शुरू करने से सारा सदस्य अलग अलग पार्टी के जितने मेंबर्स सबने अपना नाम दे चुके हैं. कांग्रेस ही अपना बात शुरू नहीं करते हैं. മൗറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാങ്കുലോവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോൺ സംഭാഷണം നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ജനകേന്ദ്രീകൃതമായ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ചതായി ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പരസ്പര സഹകരണത്തിലെ പുരോഗതിയും ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സമാധാനവും സ്ഥിരതയും കൈവരിക്കുന്നതിനായി ഇന്ത്യയും മൗറീഷ്യസും സഹകരിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ദേശീയ താൽപര്യം മുൻനിർത്തിയുള്ള ഏറ്റവും മികച്ച കരാറാണ് ഇന്ത്യ-US വ്യാപാര കരാറെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കർഷകരുടെ താൽപര്യങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കപ്പെടുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. കർഷകരുടെയും വനിതകളുടെയും യുവാക്കളുടെയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച് പുരോഗതിയുടെ ഉയരങ്ങൾ കീഴടക്കാൻ കരാർ അവരെ പ്രാപ്തരാക്കുമെന്ന് അദ്ദേഹം മധുരയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. भारत के किसानों के हितों पर उन्होंने आंच नहीं आने दी. किसानों के हित को सर्वथा सुरक्षित किया गया है. ये समझौता उदाहरण है डिप्लोमेसी, डेवलपमेंट और डिग्निटी का. भारत के किसान, महिला और युवाओं के सपनों को नए पंख देगा, जिससे वो प्रगति और विकास की ऊंची उड़ान भर सकेंगे. സൈബർ തട്ടിപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച ദേശീയ സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യപ്രഭാഷണം നടത്തും. ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന 2 ദിവസത്തെ സമ്മേളനം CBIയും ആഭ്യന്തര മന്ത്രാലയത്തിനു കീഴിലുള്ള ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററും ചേർന്നാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. CBI സൈബർ ക്രൈം ബ്രാഞ്ചിന്റെ ഉദ്ഘാടനവും ശ്രീ അമിത്ഷാ നിർവഹിക്കും. സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ ഡാഷ്ബോർഡ് സംവിധാനത്തിനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ചടങ്ങിൽ തുടക്കം കുറിക്കും. സംസ്ഥാനത്ത് SIR നടപടികൾ പൂർത്തിയാക്കുന്ന ആദ്യ ജില്ലയായി ആലപ്പുഴ. ഹിയറിംഗ് ഉൾപ്പെടെ എല്ലാ നടപടികളും പൂർത്തിയായി. തിരുവനന്തപുരം, എറണാകുളം ജില്ലകളും 100% ഹിയറിംഗ് പൂർത്തിയാക്കിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 21-ന് പ്രസിദ്ധീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
വേതന സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായ സ്വകാര്യ മേഖലയിലെ 25 ലക്ഷത്തോളം തൊഴിലാളികൾക്ക് അഷുറൻസ് മാതൃകയിൽ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന രക്ഷാകവചം പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. പദ്ധതിയിൽ അംഗമാകുന്ന സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്ക് അപകടമരണം സംഭവിച്ചാൽ ആശ്രിതർക്ക് 5 ലക്ഷം രൂപ ലഭിക്കും. പദ്ധതി വിഹിതമായി ഓരോ തൊഴിലാളിയിൽ നിന്നും ഒരു നിശ്ചിത തുക സ്വീകരിക്കും. കഴിഞ്ഞ ബജറ്റിൽ പദ്ധതിക്കായി 30 ലക്ഷം രൂപ വകയിരുത്തിയിരുന്നു. കേരളത്തിൽ ചൂട് കൂടുന്നതായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് കഴിഞ്ഞ 24 മണിക്കൂറിൽ രേഖപ്പെടുത്തിയത് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക. വിശദാംശങ്ങളിലേക്ക്. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യാതപത്തിനും ത്വക്ക് രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പകൽ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത്. ആ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണം. മലമ്പ്രദേശങ്ങൾ, ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ പൊതുവെ UV സൂചിക ഉയർന്നതായിരിക്കും. പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ, കടലിലും ഉൾനാടൻ മത്സ്യബന്ധനത്തിലും ഏർപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ, രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആളുകൾ തുടങ്ങിയവർ പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. മലയാള സിനിമാ മേഖലയിലെ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കുന്ന കരാറിൽ ഫിഫ്കയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഒപ്പുവച്ചു. ജോലി സമയം 12 മണിക്കൂറിന്റെ വ്യത്യസ്ത ഷിഫ്റ്റുകളായി ക്രമീകരിക്കുന്നതും ഓവർ ടൈം, ബാറ്റ് ടൈം ഉൾപ്പെടെയുള്ള വ്യവസ്ഥകൾ പുതിയ കരാറിലുണ്ട്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ബി രാകേഷ്, ജനറൽ സെക്രട്ടറി ലിസ്റ്റിൻ സ്റ്റീഫൻ, ഫിഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് കരാറിൽ ഒപ്പുവെച്ചത്. CISF രാജ്യവ്യാപകമായി വന്ദേമാതരം സൈക്ലത്തോൺ 2026 സംഘടിപ്പിക്കുന്നു. തീരദേശ സുരക്ഷയെക്കുറിച്ച് പൊതുജന അവബോധം സൃഷ്ടിക്കുന്നതിനാണ് സൈക്ലത്തോൺ. CISFന്റെ 57ാം വാർഷികവും ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150 വർഷങ്ങളും രേഖപ്പെടുത്തുന്നതാണ് ഈ സംരംഭം. 65 CISF സൈക്ലിസ്റ്റുകളുടെ സംഘം 9 തീരദേശ സംസ്ഥാനങ്ങളിലും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പ്രചാരണത്തിന്റെ ഭാഗമായി സഞ്ചരിക്കും. മയക്കുമരുന്ന് കടത്ത്, ആയുധക്കടത്ത് തുടങ്ങിയ ഭീഷണികളെക്കുറിച്ച് തീരദേശ സമൂഹങ്ങളെ ബോധവത്കരിക്കുക, പൌരന്മാർക്കും സുരക്ഷാ ഏജൻസികൾക്കും ഇടയിൽ ഏകോപനം ശക്തിപ്പെടുത്തുക എന്നിവയാണ് സൈക്ലത്തോൺ ലക്ഷ്യമിടുന്നത്. മേഘാലയയിൽ കൽക്കരി ഖനിയിലുണ്ടായ സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 28ആയി. ദുരന്ത നിവാരണ സേനയുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. ICC T20 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിൽ നമീബിയയ്ക്കെതിരെ നെതർലാൻഡ്സിന് 157 റൺസ് വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ നമീബിയ നിശ്ചിത 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 156 റൺസാണ് നേടിയത്. ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ചെന്നൈയിൽ വൈകിട്ട് 3 നടക്കുന്ന രണ്ടാം മത്സരത്തിൽ UAE ന്യൂസിലാൻഡിനെ നേരിടും. രാത്രി 7 മണിക്ക് കൊളംബോയിൽ പാകിസ്ഥാനും US തമ്മിലാണ് മൂന്നാം മത്സരം. 2020 ക്രിക്കറ്റ് ലോകകപ്പിലെ ഗ്ലാമർ പോരാട്ടമായ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം സ്ഥിരീകരിച്ച് ICC. ഇന്ത്യയുമായുള്ള മത്സരം ബഹിഷ്കരിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറുകയായിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 313 പോയിന്റ് ഉയർന്ന് 84,379ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 92 പോയിന്റ് ഉയർന്ന് 25,959ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 14,475 രൂപയും പവന് 1,15,800 രൂപയുമാണ് ഇന്നത്തെ വില. ക്യൂബയിലെ വ്യോമ ഇന്ധനക്ഷാമം ചൂണ്ടിക്കാട്ടി എയർ കാനഡയും വെസ്റ്റ് ജെറ്റും ഉൾപ്പെടെയുള്ള നിരവധി കനേഡിയൻ വിമാന കമ്പനികൾ ക്യൂബയിലേക്കുള്ള സർവീസുകൾ നിർത്തിവെച്ചു. ക്യൂബയിലേക്ക് വെനസ്വേലയിൽ നിന്നുള്ള ഇന്ധന കയറ്റുമതി തടഞ്ഞ US നടപടിയാണ് പ്രതിസന്ധിക്ക് കാരണം. ഇരു രാജ്യങ്ങളിലും നിലവിൽ കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാരെ മടക്കി എത്തിക്കുന്നതിനായി സർവീസുകൾ നടത്തുമെന്ന് എയർ കാനഡ അറിയിച്ചു. പ്രിൻസിപ്പൽ കംട്രോളർ ഓഫ് കമ്മ്യൂണിക്കേഷൻ അക്കൌണ്ട്സിന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ ടെലികോം പെൻഷൻകാർക്കായി ജീവൻ പ്രമാൺ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു. ഇന്നു മുതൽ ഈ മാസം 19 വരെയാണ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതെന്ന് വാർത്താവിനിമയ മന്ത്രാലയം അറിയിച്ചു. ആലപ്പുഴ തീരദേശ റെയിൽപാത ഇരട്ടിപ്പിക്കുന്നതിനായി റെയിൽവേ മന്ത്രാലയം 324.16 കോടി രൂപ അനുവദിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ലോക്സഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. രാജ്യസഭയിൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. പ്രതിപക്ഷ ബഹളം മൂലം ലോക്സഭാ നടപടികൾ നിരന്തരം തടസ്സപ്പെടുന്നതിനെ വിമർശിച്ച് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. ദേശീയ താൽപര്യം മുൻനിർത്തിയുള്ള ഏറ്റവും മികച്ച കരാറാണ് ഇന്ത്യ US വ്യാപാര കരാറെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. സൈബർ സുരക്ഷ സംബന്ധിച്ച ദേശീയ സമ്മേളനത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. കേരളത്തിൽ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ICC T20 ക്രിക്കറ്റ് ലോകകപ്പിൽ നമീബിയയ്ക്ക് എതിരെ നെതർലാൻഡ്സിന് 157 റൺസ് വിജയലക്ഷ്യം.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.